സന്ദീപ് വാര്യർ ചില്ലറക്കാരനല്ല എന്ന് ഇപ്പോൾ BJP തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. സന്ദീപിനെ കോൺഗ്രസിൽ പോയതിനു ശേഷം വലിയ രീതിയിൽ കടന്നാക്രമിക്കാൻ BJP ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ പാലക്കാടെ തോൽവി, സന്ദീപ് അവിടെ വോട്ട് മറിച്ചു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ സന്ദീപ് വാര്യർ എപ്പോഴും നിലപാടുകൾ വ്യക്തമാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സന്ദീപ് ചില്ലറക്കാരനല്ല എന്ന് BJP തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലേ? BJP തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം BJP പരസ്യമായി സന്ദീപ് വാര്യരെ നേതാക്കന്മാർ അങ്ങനെ അങ്ങ് ആക്രമിച്ചിട്ടില്ല. അതിൽ ശ്രീകൃഷ്ണകുമാറൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇദ്ദേഹത്തിന് നടപടി എടുത്തിരുന്നു, ആ നടപടി എടുത്ത കാരണങ്ങൾ പുറത്തു പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നടത്താൻ കഴിയില്ല എന്നൊക്കെ, അത്രയ്ക്ക് മോശമാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. സന്ദീപ് വാര്യർ കൃത്യമായി ഈ കാര്യത്തിൽ പറയുന്നത്, നിങ്ങളത് പറയൂ, നിങ്ങളത് സമൂഹത്തോട് വിളിച്ചു പറയൂ, എന്തുകൊണ്ടാണ് എനിക്കെതിരെ നടപടിയെടുത്തത് എന്ന് നിങ്ങൾ പറയൂ. അങ്ങനെ നിങ്ങൾ എന്തിനാണ് പറയാൻ മടിക്കുന്നത്? ഒരു എതിർപക്ഷത്തേക്ക് പോയ ഒരാളെ നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ പറയുന്നേ എന്ന് പറയുന്നിടത്ത് ഇവരുടെ ഈ വാദഗതികളെല്ലാം പൊട്ടിപ്പോവുകയാണ്. ഒന്ന്. രണ്ടാമത്തത്, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു BJPയുടെ രാഷ്ട്രീയ വക്താവായി നിന്ന് മലയാളത്തിൽ, കേരളത്തിൽ കത്തിക്കയറി നിന്ന ഒരു രാഷ്ട്രീയ നേതാവ്. ഏറെക്കുറെ ആളുകൾക്കും സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ വളരെ ബഹുമാനം ഉണ്ടായിരുന്നു. വളരെയധികം അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നമുക്കൊരു നമ്മളെ ഇൻസ്പിറേറ്റ് ചെയ്യാന്ന് പറയില്ല, ഇൻസ്പിറേഷനായിട്ട് BJPയിലേക്ക് എത്തിയ ഒരുപാട് ആളുകളെ അറിയാം. വ്യക്തിപരമായിട്ട് തന്നെ സന്ദീപ് വാര്യരുടെ മേന്മകളെക്കുറിച്ച് അറിയാം. ഒരുപാട് ആളുകളെ സഹായിക്കുന്ന, രാഷ്ട്രീയപരമായി തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അങ്ങനെയൊക്കെ. ഇപ്പം ഒരാൾക്കൊരു അപകടം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ സുരേന്ദ്രനെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സന്ദീപ് വാര്യരെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഹോസ്പിറ്റൽ കേസ് ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം സന്ദീപ് വാര്യരായിരുന്നു വേണ്ടിയിരുന്നത്. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ സുരേഷ് ഗോപി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സന്ദീപിനെ വിളിച്ചോളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ രീതിയിൽ കോർഡിനേറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായി ചെയ്യുകയും തന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ആളുകൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്ത നേതാവാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരെ ഒതുക്കാൻ BJPയിൽ കൃത്യമായ കളികൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു നല്ല നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുമെന്നുള്ള പല നേതാക്കന്മാരുടെയും, ഇപ്പോഴത്തെ ഗ്രൂപ്പ് നേതാക്കന്മാരുടെയും ഭയം, അദ്ദേഹം ഒരു പ്രത്യേക ഗ്രൂപ്പുകളിലില്ല. അതാണ് ഒന്നാമത്തത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഗ്രൂപ്പ് നേതാക്കന്മാരുടെ ഭയം അദ്ദേഹത്തെ പലതവണ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹം വിശ്വസിച്ച ആളുകൾ എല്ലാം തന്നെ അദ്ദേഹത്തെ പിന്നീട് നിന്ന് കുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പാലക്കാട് ഇലക്ഷനൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അവഹേളിക്കുകയും വേദിയിൽ സീറ്റ് പോലും കൊടുക്കാതെ, എനിക്ക് തോന്നുന്നു ഈ കൃഷ്ണകുമാറിന്റെ ഭാര്യക്കടക്കം അവിടെ സീറ്റ് ഉണ്ടായിരുന്നു, സന്ദീപ് വാര്യറിനെ ഒരു ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോയി. അതൊക്കെ വന്ന സമയത്താണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നത്. ഞാനും തന്നെയും നിരന്തരമായി ഈ കാര്യം ചർച്ച ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്കോ CPMലേക്കോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്കോ പോകുന്നതിനെ നമ്മൾ എതിർക്കുന്നില്ല. കാരണം ഒരു മനുഷ്യനാകുമ്പോൾ ചിലപ്പം രാഷ്ട്രീയത്തിൽ തന്നെ, ഒരേ രാഷ്ട്രീയത്തിൽ തന്നെ നിന്നു എന്നൊന്നും വരില്ല. കോൺഗ്രസിൽ നിന്ന് മാറിയിട്ട് BJPയിൽ വന്നിട്ട് BJPയുടെ മുഖ്യമന്ത്രിയായി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിലെ സംസ്ഥാനത്ത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കേന്ദ്രമന്ത്രിമാരിൽ ഒരുപാട് പേർ കോൺഗ്രസിൽ നിന്ന് വന്ന ആളുകളാണ്. ഇപ്പം ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന CK പത്മനാഭൻ എന്ന് പറയുന്ന ആൾ, ഈ അൽഫോൻസ് കണ്ണന്താനമൊക്കെ CPMൽ നിന്ന് വന്ന ആൾക്കാരല്ലേ. RSSൽ നിന്ന് വന്ന ആളുകളാണല്ലോ ഈ OK വാസുവും അതുപോലെ അദ്ദേഹത്തോടൊപ്പം വന്ന, അദ്ദേഹത്തെ മലബാർ ബോർഡ് ചെയർമാനാക്കി ഇപ്പോൾ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു CPM. അങ്ങനെ നിലപാടുകളെല്ലാം പല കാര്യത്തിൻ്റെ പേരിൽ ഒരു ആക്രമിക്കപ്പെടുന്നവൻ്റെ കൂടാരത്തിൽ പിന്നെയും ചവിട്ടി താഴ്ത്താൻ, തല ചവിട്ടി മണ്ണിലേക്ക് താഴ്ത്തി കൊടുക്കാൻ ഏതെങ്കിലും ഒരു നേതാവ് നിൽക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്ന് ആശയ അടിത്തറയുള്ളൊരു രാഷ്ട്രീയമൊന്നുമല്ല ആരും, ഈ സന്ദീപ് വാര്യർക്കെതിരെ പറയുന്ന ആരും തന്നെ ഈ പറയുന്ന പോലെ ആശയ രാഷ്ട്രീയത്തിൽ ആകർഷക നിൽക്കുന്ന ആളുകളൊന്നുമല്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇവിടെ ധന്യ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അതായത് വളരെ കൃത്യമായി BJP ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. എന്താണ് ആ റിപ്പോർട്ട്? പാലക്കാട് പരാജയത്തിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് കണ്ണാടി പഞ്ചായത്തിലടക്കം വോട്ട് മറയ്ക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. BJPയിലേക്ക് പോകുമ്പോൾ സന്ദീപ് വാര്യരുടെ കൂടെ ആരും പോവില്ല എന്ന് പറഞ്ഞവർ, സന്ദീപ് വാര്യർ ഒരു ചീള് കേസാണ് എന്ന് പറഞ്ഞവർ, അതിൻ്റെ കാര്യത്തിൽ ഒരു പറഞ്ഞവർ, അതുപോലെ തന്നെ ആ വിഷയത്തിലൊന്നും ചർച്ച പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞ ജാവ്ഡേക്കറെ പോലുള്ള പ്രഭാരിമാർ, ഇവർക്കൊക്കെ കിട്ടിയ വലിയ അടിയാണ് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അവസാനം ആ റിപ്പോർട്ടിൽ തന്നെ ഇവർക്ക് എഴുതേണ്ടി വന്നു, ഏകദേശം 12,000-ൽ പരം വോട്ട് സന്ദീപ് വാര്യർ മുഖേന പോകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചതിൽ നിന്ന് ഏകദേശം ഒരു 6,000-നടുത്ത് വോട്ടെങ്കിലും സന്ദീപ് വാര്യർ പ്രഭാവത്തിൽ നിന്ന്
എന്താണ് BJP-ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് BJP എത്തിയിരിക്കുന്നു. അതായത് പാലക്കാട് നഗരസഭയിലെ പിന്നെ നഗരസഭാംഗങ്ങൾ ഉൾപ്പെടെ BJP-യുടെ കോട്ടയായിരിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നും BJP-ക്ക് എങ്ങനെ വോട്ട് ചോർന്നു? കഴിഞ്ഞ തവണ, അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് ഈ പിന്നെ വിരുദ്ധ വികാരമൊക്കെ ഉള്ള സമയത്തും കൃഷ്ണകുമാറിന് വോട്ട് കിട്ടിയിരുന്നു. 450 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്, മനസ്സിലാക്കണം. ആ വോട്ട് പോലും കുത്തനെ താഴ്ന്ന് കോൺഗ്രസിലേക്ക് പോകണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ കാരണം? സന്ദീപ് വാര്യർ എഫക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആരെയും ചീള് കേസായി തള്ളിക്കളയരുത്, ആരെയും മോശക്കാരനാക്കി മാറ്റി നിർത്തരുത്, വ്യക്തിപരമായി അധിക്ഷേപിക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് പൊളിറ്റിക്സ് പറയാം. ആ പൊളിറ്റിക്സ് പറയുന്നത് മാന്യമായ പൊളിറ്റിക്സ് ആയിരിക്കണം. ഞാൻ ഇപ്പോഴും സന്ദീപ് വാര്യരുടെ കൂടെ ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നില്ല. അതായത് അദ്ദേഹം ഒരു ദിവസം കൊണ്ട് മാറിയിട്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, എങ്കിൽ പോലും അങ്ങനെ തള്ളിപ്പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ സന്ദീപ് വാര്യർ പാർട്ടി മാറിയതിനെ ഞാനൊട്ട് വിമർശിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നന്മയെയും ഞാൻ ഇപ്പോഴും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. BJP-യിലെ മറ്റ് നേതാക്കന്മാരെ അപേക്ഷിച്ച് സന്ദീപ് വാര്യർക്ക് നല്ല നേതൃസ്ഥാനമുള്ള ആളാണ്. ഇവിടെ വേറൊരു കാര്യം കൂടി പിന്നെ നടന്നു തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ സമയത്ത് സന്ദീപ് വാര്യർ കോൺഗ്രസിനുള്ളിൽ പിന്നെയും കരുത്തനായി. ചെന്ന് കയറിയ സമയം തന്നെ സന്ദീപ് വാര്യർ എന്താണ് ചെയ്തത്? ഈ പറയുന്ന മുസ്ലിം ലീഗിനെയും സമസ്തയെയും നേതാക്കന്മാരെയും ഒക്കെ വളരെ കൃത്യമായി പോയി കണ്ട് അവരോട് അടുപ്പം സ്ഥാപിച്ചു എന്നുള്ളതാണ് സന്ദീപ് വാര്യർ ചെയ്തത്. അതൊരു യഥാർത്ഥ പൊളിറ്റീഷ്യൻ ചെയ്യേണ്ട കാര്യമാണ്, ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ അവിടെ പോയി കാണുകയും തിരിച്ച് കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാക്കുകയും എല്ലാ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി. ഇന്നലെ പ്രിയങ്ക ഗാന്ധി വന്ന സ്ഥലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പിന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിന്നെ സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നു. ഇത്തരത്തിലെല്ലാം കണ്ണിങ്ങായിട്ട് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദീപ് വാര്യർ എന്ന് പറയുന്ന നേതാവിനെ ഈ ഒരു പരാജയത്തോടു കൂടി അന്ന് തള്ളിപ്പറഞ്ഞ ആളുകളൊക്കെ തന്നെ പിന്നീട് സന്ദീപ് വാര്യർ പറഞ്ഞതിൽ ശരിയുണ്ടായിരുന്നു. എന്തായിരുന്നു സന്ദീപ് വാര്യർ പറഞ്ഞത്? ഇത് പാർട്ടിക്കുള്ളിൽ പരിഹരിക്കാൻ ശ്രമിക്കാഞ്ഞത് എന്തായിരുന്നു? ഒരു ഇലക്ഷൻ കാത്തു നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വീട്ടിൽ നിന്നുകൊണ്ട് 1 1.5 2 ആഴ്ചക്കടുത്ത് അദ്ദേഹം വീട്ടിലിരുന്ന് സംസാരിച്ചില്ലേ? ഞാൻ BJP-കാരൻ തന്നെയാണ്, എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഒരാളെങ്കിലും വരുമെന്ന് ഞാൻ കരുതി, കെ സുരേന്ദ്രനെങ്കിലും വരുമെന്ന് ഞാൻ കരുതി. അങ്ങനെയൊക്കെ പറയുന്ന സമയത്തും ഈ പ്രഭാരിയോ ഈ സുരേന്ദ്രനോ ഈ പറയുന്ന ആരെങ്കിലും, ഈ പറയുന്ന കൃഷ്ണകുമാരെങ്കിൽ പോലും ഈ പറയുന്നത് സന്ദീപ് വാര്യരുടെ അടുത്തേക്ക് പോയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു സാധാരണ ഒരു BJP-യുടെ ഈ കൃഷ്ണകുമാറിനെയാണോ അല്ല ഈ സുരേന്ദ്രനെയാണോ അതും അല്ല ഈ പറയുന്ന സന്ദീപ് വാര്യരെയാണോ ബഹുമാനം BJP-യിൽ നിൽക്കുന്ന കാലത്ത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴല്ല, തീർച്ചയായും സന്ദീപ് വാര്യരുടെ പേരെ പറയൂ. അത് സന്ദീപ് വാര്യർ ഉണ്ടാക്കിയെടുത്ത മൈലേജ് ആണത്. ഇപ്പം കൃഷ്ണകുമാർ പറയുന്നത് കേട്ടു, ഞാനും ചാനൽ ചർച്ചയിലൂടെ ഒന്നും വന്നല്ല, ഞാൻ അടിത്തട്ടിൽ പ്രവർത്തിച്ച് വന്നതാണ്. അതിന്റെ ഗുണമാണ് ഇപ്പൊ കണ്ടത്. അടിത്തട്ടിൽ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കണം. അടിത്തട്ടിൽ പ്രവർത്തിക്കേണ്ട നേതാക്കന്മാർ ഒരു ഭാഗത്തുണ്ടാകും, മറുഭാഗത്ത് ചാനൽ ചർച്ചയിലൂടെ പാർട്ടിയുടെ പിന്നെ പല കാര്യങ്ങളും പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ അതിനെ കൃത്യമായി പ്രതിരോധിച്ച് പാർട്ടിയുടെ ഭാഗം പറയാനുള്ള ആളുകളില്ല എങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ പാർട്ടിക്ക് ഇടിവുണ്ടാവും, അല്ലേ? അവർ പ്രതിരോധ കവചങ്ങളാണ്. യുവരാജ് ഗോകുലിനെ പോലെ, ശങ്കുട്ടി ദാസിനെ പോലെ, സന്ദീപ് വാചസ്പതിയെ പോലെയുള്ള ആളുകളൊക്കെ BJP-ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന മൈലേജ് എന്താണ്? അത് തുടങ്ങിയത് എവിടെ നിന്നാണ്? സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു തീപ്പൊരു മനുഷ്യൻ കടന്നു വന്ന് ചർച്ചയിലൂടെ കയറി വന്നപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതിൻ്റെ പങ്ക് പറ്റിയാണ് ഇവരൊക്കെ വന്നത്. അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങൾ വന്നില്ലേ? ഈ പറയുന്ന ശങ്കുട്ടി ദാസിന്റെ ആക്സിഡന്റിൽ പോലും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നു. വ്യക്തിപരമായി പോലും അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു. പക്ഷേ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സന്ദീപ് വാര്യർക്കെതിരെ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു വ്യക്തിപരമായ ഒരു ചർച്ചയിൽ അദ്ദേഹം ഒരാളോട് സൂചിപ്പിച്ചതാണ്, പിന്നെ CPM-നകത്തേക്ക് പോയാൽ ഇന്നോവയാണ് തിരിയുക, പക്ഷേ BJP-ക്ക് അകത്തേക്ക് പോയാൽ സൈബർ ഇന്നോവയാണ് തിരിയുക. അത്രമാത്രം സൈബർ ആക്രമണങ്ങൾ തനിക്കെതിരെ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് തന്നെയാലും കോൺഗ്രസിനകത്ത് സന്ദീപ് വാര്യർക്ക് ഒരു നല്ല സ്ഥാനമുണ്ട്. മികച്ച ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ നേതാക്കന്മാർക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. BJP ഇനിയും തിരുത്തേണ്ട കാര്യവുമുണ്ട്. സന്ദീപ് വാര്യരുടെ തെറ്റ് പറ്റിയിട്ടില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ സന്ദീപ് വാര്യരുടെ അടുത്ത് ന്യായമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചറിയാൻ BJP കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.